അനുമോള കാര്യത്തിൽ ലാലേട്ടൻ ഇന്നലെ ഒരു എട്ടിന്റെ പണിയാണ് ബിഗ് ബോസിലുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളത്. കാരണം അനുമോൾ പുറത്ത് കട്ട നെഗറ്റീവ് ആണെന്നുള്ള ഒരു തോന്നല് വീട്ടുകാർക്ക് ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റിയാലിറ്റി അതല്ല, അനുമോൾ നെഗറ്റീവ് ആയിട്ടില്ല. ഇതിൽ ഏറ്റവും പെട്ടിട്ടുള്ളത് ശൈത്യാണ് അനുമോളെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അനുമോൾക്കെതിരെ തിരിയാൻ ശൈത്യക്ക് പറ്റില്ല, കൂടെ നിന്നിട്ടുണ്ട്. നമുക്കറിയാം ജിസേലുമായിട്ടുള്ള വിഷയം നടന്ന സമയത്ത് ജിസേലിന്റെ കാര്യത്തിൽ അഗ്രഷനോട് കൂടി അനുമോളോട് ശൈത്യ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ജിസേലിനോടൊക്കെ ശൈത്യ പറയുന്നത് ഞാൻ അവിടെ ആ ഒരു ഫ്രെയിമിൽ പെട്ടുപോയതാണ്. അതുപോലെ സരികയോടും പറയുന്നത് ഞാൻ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അവളുടെ കൂടെ നിൽക്കില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു മറുകണ്ഠം ചാടുന്ന രീതിയിൽ കൃത്യമായിട്ട് ശൈത്യ സംസാരിക്കുന്നുണ്ട്. ഇത് നമുക്കറിയാം നോമിനേഷനിൽ വരാതിരിക്കാനും അതുപോലെ പുറത്ത് നെഗറ്റീവ് ആണെങ്കിൽ അത് തന്നെ ബാധിക്കാതിരിക്കാനും ഒക്കെയാണ്. പക്ഷേ ശൈത്യ പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം പ്രേക്ഷകർ ശൈത്യക്കെതിരെ തിരിയും. അനുമോൾ കൃത്യമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ശൈത്യയോട് കാണിക്കുന്ന സമയത്ത് ശൈത്യ ചതിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ പ്രേക്ഷകർക്ക് വന്നു കഴിഞ്ഞാൽ അത് വോട്ടായിട്ട് മാറില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു പക്ഷേ നാളെ നോമിനേഷനിൽ നിന്ന് മാറാൻ വേണ്ടി മാത്രം ശൈത്യ ഒരു ദിവസത്തേക്ക് താൽക്കാലികമായിട്ട് മാറി പിന്നീട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ തിരിയാനും സാധ്യതയുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ലാലേട്ടൻ കൊടുത്തിട്ടുള്ള പണി വർക്കാവുന്നുണ്ട്. അവിടെ എല്ലാവരും അനുമോൾക്കെതിരെ തിരിയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്? നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.